നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോവുകയാണ്. അത് പരിശുദ്ധ ഖുർആന, മറ്റൊന്ന് എന്റെ ജീവിതചര്യയാണ്. അത് നിങ്ങൾ മുറുകെ പിടിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് സർവനാശമാണ്, സർവനശീകരണത്തിന് ഹേതുവാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ബഹുമാനികളെ, അതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഇസ്ലാമിന്റെ ഈറ്റില്ലമായ ഫലസ്തീനിലും ഇറാഖിലും ഇറാനിലും എല്ലാം ഇന്ന് മുസ്ലിം സമൂഹത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്തെന്നറിയോ? അവർ ദീനിനെ ഉപേക്ഷിച്ചിട്ട് പാശ്ചാത്യന്റെ സംസ്കാരവുമായി പോയപ്പോൾ അള്ളാഹു കൊടുത്ത അദാബാണ് ഇന്ന് ഈജിപ്തിൽ ജൂതനസ്രാക്കൾ കൊണ്ടിടുന്ന ബോംബുകൾ, ഇറാഖിൽ വിടുന്ന ബോംബുകൾ. അവിടുത്തെ പുഷ്പം പോലെയുള്ള പെൺമക്കളെ കൊന്നൊടുക്കുകയാണ്, അവിടെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? അവർ ദീൻ ഉപേക്ഷിച്ചതിന്റെ പേരിൽ അല്ലാഹു കൊടുത്ത ശിക്ഷയാണ്. കാരണം ഖുർആൻ പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും, നിങ്ങൾ അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങളുടെ കച്ചവടങ്ങളെയും നിങ്ങളുടെ സമ്പത്തിനെയുമാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അല്ലാഹുവിന്റെ അതികഠിന കഠോരമായ അദാബിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അവന്റെ ദീനിനെക്കാളും നിങ്ങൾ ഭൗതിക കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു പറയുക, നിങ്ങളുടെ നാശമാണ്, നിങ്ങളുടെ സർവനാശവും അതിന് കാരണമാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ പൂർണ്ണമായിട്ട് ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുക. അതിന്റെ ഒരു പ്രചോദനം എന്നുള്ള നിലയിൽ എന്റെ ബഹുമാനികളെ, നമസ്കാരം ഇല്ലാത്തവർ നമസ്കാരം തുടങ്ങുക. നമസ്കാരത്തിൽ അലസത കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി നമസ്കരിക്കാൻ പരിശ്രമിക്കുക. നമ്മുടെ കുട്ടികളുടെ നമ്മുടെ പ്രോഗ്രാം മറ്റുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചില്ലേ, യഥാർത്ഥത്തിൽ ആ കുട്ടികൾ അതിൽ പഠിക്കുവാനും അവർക്ക് അത് പ്രാക്ടിക്കൽ വീട്ടിൽ തന്നെ കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടും രക്ഷിതാക്കളും മാതാപിതാക്കളും ഒക്കെ ചെയ്തു കൊടുക്കണമെന്ന് നിങ്ങൾ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങൾ, സഹകരണങ്ങൾ ശാരീരികമായി സാമ്പത്തികമായി ഒക്കെ ചെയ്തുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. നമ്മുടെ ഈ പച്ച ബോർഡൊക്കെ അടിക്കാൻ വേണ്ടി, അതുപോലെ കുട്ടികൾക്ക് ലഭിക്കുന്ന ഐഡന്റിറ്റി കാർഡൊക്കെ അടിക്കാൻ വേണ്ടി സ്പോൺസർ ചെയ്ത സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ നമ്മളുടെ നടക്കുന്ന മൗലിദ് പാരായണം, നാളെ നടത്തുന്ന അന്നദാനത്തിനൊക്കെ വേണ്ടി സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള ഗൾഫിൽ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി